ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്ന അസൈൻമെൻറ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പലരും ആ അസൈൻമെൻറ്റ് എനിക്ക് വാട്സപ്പൊക്കെ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് ആവശ്യപ്പെടാതെ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. സന്തോഷം. പക്ഷെ ഞാനതിന് കറക്ഷനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഞാനതിന് കറക്ഷൻ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Can direction of velocity of a body change when acceleration is constant? ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ആക്സിലറേഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ. വെലോസിറ്റി ചേഞ്ച് ചെയ്യാനുള്ള മെത്തേഡ് എന്താ? സ്പീഡ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുക, ഡിറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ വെലോസിറ്റിയുടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. യെസ് ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, പോസിബിൾ ആണ്. അതാദ്യം പറയാം, എന്നിട്ട് അതുമായി സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇത് യൂണിഫോം സർക്കുലർ മോഷനാണ്. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യാം. കോൺസ്റ്റൻറ്റ് സ്പീഡ്, സർക്കുലർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ബോഡിയുടെ ഡിറക്ഷൻ ഓഫ് മോഷനാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ അടുത്ത ചാപ്റ്ററിലാണ് നമുക്ക് സർക്കുലർ മോഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്ത ഡീറ്റെയിൽ ഇല്ലെങ്കിലും യൂണിഫോം സർക്കുലർ മോഷൻ അടുത്ത ചാപ്റ്ററിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, അത് പോസിബിൾ ആണ്. അതിന് എക്സാമ്പിൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് കൊടുക്കുക കേട്ടോ. യൂണിഫോം സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്നാ. ചേഞ്ച് ഇൻ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്, ഒന്നുകിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ സ്പീഡ് ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അതിനെ കൂടുതൽ എക്സ്പ്ലോറേഷൻ നമ്മൾ ചെയ്യുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന ടൈറ്റിലായിരിക്കും കേട്ടോ. അത് നെക്സ്റ്റ് ചാപ്റ്ററിലാണ്. യെസ്, ഇത് എക്സാമ്പിൾ മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എ സിറ്റുവേഷൻ വെർ എ ബോഡി ഹാസ് സീറോ വെലോസിറ്റി ബട്ട് നോൺ സീറോ ആക്സലറേഷൻ. ഇത് എക്സാമിന് പല തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത് കേട്ടോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ വളരെ സിമ്പിളാണ്. നോക്കൂ, വെൻ എൻ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ബോൾ നമ്മൾ മുകളിലേക്ക് പോണ സമയത്ത് മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വന്ന് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എന്താ? ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. വെൻ എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി, നോക്കൂ, ഇനീഷ്യലി ഒരു യു വെലോസിറ്റിയിൽ എറിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0. അതുകൊണ്ടാണ് ആ പോയിന്റിന് ശേഷം എന്താ സംഭവിക്കുക? ആ ബോഡി ഇങ്ങോട്ട് താഴോട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ തുടങ്ങും അല്ലേ? അത് താഴോട്ട് വരാൻ തുടങ്ങും. അത് താഴോട്ട് തന്നെ വരിക ചെയ്യാം. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. പക്ഷേ ഡ്യൂറിങ് വേർട്ടിക്കൽ മോഷനിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളതിപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും അത് പറയാനുണ്ട്. ആക്സിലറേഷൻ എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് നോക്കൂ, ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇങ്ങനെ പോയി തിരിച്ചു വരുന്നത് വരെ ഇതിൻ്റെ ആക്സിലറേഷൻ യൂണിഫോം ആണ് ആൻഡ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മൈനസ് ഒക്കെ നമുക്ക് കൊടുക്കാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ പറഞ്ഞു വരുന്നത്, അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ആൻഡ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിനെ നിങ്ങൾക്ക് കൂടുതൽ അടുത്ത ടൈറ്റിലേക്ക് നമ്മൾ പോകുന്ന ഗ്രാഫ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഹെഡിങ് ഈ ചാപ്റ്ററിൽ തന്നെ വേർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്നാണ്. അവിടെ നമ്മൾ ഇതിൻ്റെ വിശദമായ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് നമ്മളവിടെ പോകും. പക്ഷേ ഈ ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. എ സിറ്റുവേഷൻ വെർ എ ബോഡി ഹാസ് 0 വെലോസിറ്റി ബട്ട് നോൺ സീറോ ആക്സിലറേഷൻ. ആ ഒരു നിമിഷത്തിൽ മാത്രം കേട്ടോ, ആ ഒരു നിമിഷത്തിൽ മാത്രമാണ് അത് സംഭവിക്കുക. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു പക്ഷേ അതെങ്ങനെ വെലോസിറ്റി 0 ആയാലും ആക്സലറേഷൻ നോൺ സീറോ ആകുന്നത്, 0 അല്ലാത്തൊരു ആക്സലറേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ആക്സലറേഷൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈം അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ആക്സലറേഷൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈം അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. എന്ന് വെച്ചാൽ ആ ഒരു നിമിഷത്തെ ആക്സലറേഷൻ എന്ത് എന്നതല്ല ഇമ്പോർട്ടൻറ്റ്, മറിച്ച്
ആ തൊട്ടടുത്ത നിമിഷത്തെ വെലോസിറ്റിയും ഈ നിമിഷത്തെ വെലോസിറ്റിയും തമ്മിൽ ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു നിമിഷം 0 ആയി വെച്ച് കുഴപ്പമില്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇൻസ്റ്റൻറ്റിലും അതിന് ശേഷമുള്ള ഇൻസ്റ്റൻറ്റിലും വെലോസിറ്റി 0 ആകാതിരുന്നാൽ മതി. അപ്പോൾ ആക്സലറേഷൻ ഉണ്ടാവും. ആക്സലറേഷൻ ഈസ് ഡിറ്റർമിൻഡ് നോട്ട് ബൈ വെലോസിറ്റി ബട്ട് ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എക്സാമ്പിൾ മനസ്സിലായല്ലോ. എക്സാമ്പിൾ എന്താ പറയേണ്ടത്? വെൻ എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0 ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ആക്സലറേറ്റഡ് ആൻഡ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. അടുത്തത്, വാട്ട് ഡസ് സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷേഴ്സ്? നമുക്കറിയാം സ്പീഡോമീറ്റർ എന്താ മെഷർ ചെയ്യാം? ഇൻസ്റ്റന്റേനിയസ് speed. Speedometer measures instantaneous speed, not velocity, not acceleration or anything else. അടുത്തത്, give examples where velocity is in opposite to acceleration. വെലോസിറ്റിയും ആക്സലറേഷനും ഓപ്പോസിറ്റ് ആവുന്നതിന് ഒരു എക്സാമ്പിൾ പറയാം. ഇഷ്ടംപോലെ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കും. A moving car applies brakes. അപ്പോൾ എന്താ സംഭവിക്കുക? മൂവിങ് കാർ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് അവിടെ നിൽക്കുമോ? ഇല്ല. ബ്രേക്ക് നോക്കുക, ഇവിടുന്ന് കാർ ഇങ്ങനെ വന്നുകൊടുക്കുന്ന കാറായിരുന്നു, അങ്ങനെ വന്ന് ഇവിടുന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത്, അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേനും കാറ് നിൽക്കുക എന്ന് വിചാരിക്കുക. ഇവിടെ എത്തുമ്പോഴത്തേനും കാറ് നിന്നു, ലൈക്ക് ദീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മോഷൻ ഉണ്ടല്ലോ, ഇവിടുന്ന് ഇതുവരെ അല്ലേ, ഈ മോഷനിൽ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മുന്നോട്ട്. അപ്പോൾ വെലോസിറ്റി എങ്ങോട്ടാണ്? മുന്നോട്ട്. പക്ഷേ ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും? ബാക്കിലേക്കായിരിക്കും. ആക്സലറേഷൻ ബാക്കിൽ. മനസ്സിലായല്ലോ? ഇതാണ് ഒരു എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സംസാരിച്ച എക്സാമ്പിൾ, അതായത് എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. അപ്പോൾ നമുക്ക് ബോഡി മൂവ് ചെയ്യുന്ന ഡിറക്ഷനിലായിരിക്കും വെലോസിറ്റി ഉണ്ടാവുക. ഡ്യൂറിങ് ദ അപ്വേർഡ് ജേണി, അപ്പോൾ നോക്കും ഒരു ബോഡി മുകളിലേക്ക് എറിഞ്ഞു നമ്മൾ, ഡ്യൂറിങ് ദ അപ്വേർഡ് ജേണി വെലോസിറ്റി ഈസ് ഡിറക്റ്റഡ് അപ്വേർഡ് ബട്ട് ആക്സലറേഷൻ ഈസ് ഡിറക്റ്റഡ് ഡൗൺവേർഡ്. ആക്സലറേഷൻ ഡൗൺവേർഡ് ഡിറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്ത എന്താ ചോദിച്ചത്? വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ആക്സലറേഷൻ. വെലോസിറ്റിയും ആക്സലറേഷനും പെർപെൻഡിക്കുലർ ആവുന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ്, എക്സാമ്പിളല്ല ചോദിച്ചത്. നോക്കൂ, ഇപ്പോൾ ഈ ഒരു കേസിൽ അവിടെ യൂണിഫോം സർക്കുലർ മോഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടാൻജൻ്റ് ആണ്. വെലോസിറ്റി ടാൻജൻറ്റിൻ്റെ ഡിറക്ഷനിലുണ്ടാവുക. ആക്സിലറേഷൻ ആൾവേസ് ഡിറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ പാത്ത്. ഇവിടെ എത്തുമ്പോൾ നോക്കൂ, വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ നോക്കൂ ഇവിടുന്ന് ഇങ്ങനെയാണ്. ഇവിടെ നോക്കൂ, വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. മനസ്സിലായോ? ഇവിടെ വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. എന്ന് വെച്ചാൽ ഡ്യൂറിങ് സർക്കുലർ മോഷൻ അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. യൂണിഫോം സർക്കുലർ മോഷൻ എന്നുള്ള ടൈറ്റിലിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്, അവിടെ സംസാരിക്കും. പക്ഷെ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. ആക്സിലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആവുന്ന എക്സാമ്പിളാണ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. വെലോസിറ്റി ഈസ് ആൾവേസ് ഡിറക്റ്റഡ് അലോങ് ദ ടാൻജൻറ്റ് ബട്ട് ആക്സിലറേഷൻ ഈസ് ആൾവേസ് ഡിറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ പാത്ത് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഡിഫറൻഷിയേഷനൊക്കെ ആവശ്യമുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ് കേട്ടോ, അത് എൻ്റെ ക്വസ്റ്റ്യൻ അല്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇറ്റ്സ് എ സോൾഡ് എക്സാമ്പിൾ ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക്. The position of an object moving along x-axis. Yes, a value തന്നിട്ടുണ്ട്. x is equal to a plus b t square. a-ൻ്റെ വാല്യൂ b-ൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മെഷർഡ് ഇൻ സെക്കൻഡ്. വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് t is equal to 0, t is equal to 2 സെക്കൻഡ്. പിന്നെ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ 2 to 4 സെക്കൻഡ്. അവിടെ കിട്ടാം. അപ്പോൾ ആദ്യം എക്സ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിനെ എഴുതുന്നു. x is equal to a plus b t square x. അപ്പോൾ വെലോസിറ്റി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dx/dt. എ കോൺസ്റ്റൻ്റ് ആണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. ബി കോൺസ്റ്റൻ്റ് ആണ്, പുറത്താക്കിയ ടി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2t. മറന്നില്ലല്ലോ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ 2bt എന്നാണ് നമുക്ക് കിട്ടി. 2bt ദാറ്റ് ഈസ് ബീൻ്റെ വാല്യൂ എത്ര? 2.5. അപ്പോൾ 2 × 2.5 × t. 2 × 2.5 എത്ര? 5t എന്ന് നമുക്ക് കിട്ടി. റെഡി അല്ലേ? ഇനി നമുക്ക് വെലോസിറ്റി t is equal to 0, അതുപോലെ t is equal to 2 സെക്കൻഡാണ് ചോദ്യം.
വെലോസിറ്റി അറ്റ് ടി സിക്കൽ 0ൽ 5t ആണല്ലോ കിട്ടിയത്. അപ്പോൾ ടിക്ക് 0 കൊടുക്കുക, ഈക്വൽ ടു 0 0. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആണ് ടി സിക്കൽ 0 എന്ന് പറഞ്ഞാൽ അത് 0 എന്ന് കിട്ടി. ഇനി ടി സിക്കൽ 2ൽ എന്താ സംഭവിക്കുന്നത്? 5 × t, ആ ടിയിലോടുത്ത് 2 കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ദ ഫസ്റ്റ് പാർട്ട് ഓവർ. അടുത്തത് നമ്മളോട് ചോദിച്ചു വാട്ട് ഈസ് ദ വെലോസിറ്റി. ഇത്രയും പാർട്ടിൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, കാര്യങ്ങൾ ഓക്കെയാണ്. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ ടി സിക്കൽ 2 സെക്കൻഡ് ടു ടി സിക്കൽ 4 സെക്കൻഡ്. ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിക്ക് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എക്സ് ഇതാ ഇവിടെ പൊസിഷൻ അറ്റ് ടി സി ഈക്വൽ ടു 4 മൈനസ് പൊസിഷൻ അറ്റ് ടി സി ഈക്വൽ ടു 2 ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 4 മൈനസ് 2. മനസ്സിലായോ? ഈ ടൈമിൻ്റെ ഇടയിലുള്ള ആവറേജ് വെലോസിറ്റി ആണല്ലോ ചോദിച്ചത്. അതിലൊക്കെ ഈ പൊസിഷൻ്റെ ഇക്വേഷനാണ് ഇവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. മനസ്സിലായോ? പൊസിഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ പൊസിഷൻ്റെ ഇക്വേഷനിൽ ടി സിക്കൽ 4ഉം ടി സിക്കൽ 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളെ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂഷനേ ആവശ്യമുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് വി ബാർ ഇസ് ഈക്വൽ ടു പൊസിഷൻ അറ്റ് ടി സിക്കൽ 4. അപ്പോൾ എ പ്ലസ് ബി ടി സ്ക്വയർ അല്ലേ. അപ്പോൾ എക്കൊക്കെ വാല്യൂ കൊടുക്കുക. എൻ്റെ വാല്യൂ 8.5 പ്ലസ് ബീൻ്റെ വാല്യൂ 2.5 ഇൻറ്റു ടി സ്ക്വയർ 4 സ്ക്വയർ അടാ 4 സ്ക്വയർ മൈനസ് 8.5 പ്ലസ് 2.5 ഇൻറ്റു ടി സ്ക്വയർ അവിടെ 2 ആണ്, അപ്പോൾ 2 സ്ക്വയർ. മനസ്സിലായല്ലോ? ഹോൾ ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഈസ് 2. റെഡി അല്ലേ? വ്യക്തമാണല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ, നോക്കൂ. 2.5 ഇൻറ്റു 4 എത്ര? 2.5 ഇൻറ്റു 4 ഈസ് 10 അല്ലേ? പിന്നെ ഒരു 4, അപ്പോൾ അത് 40. അപ്പോൾ 40 പ്ലസ് 8.5 48.5. കറക്ഷൻ ഉണ്ടോ നോക്കണം കേട്ടോ കാൽക്കുലേഷനിൽ. എഗെയിൻ നോക്കൂ. 2.5 പറഞ്ഞാൽ 2.5 കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആയി. അപ്പോൾ 10ഉം ഇവിടെ 18.5 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 48.5 നിന്ന് 18.5 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്? 30. 30/2 ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഇതിന് ആൻസർ കിട്ടി. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. the displacement time equation of a particle of a moving along x-axis തന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഇക്വേഷന് പൊസിഷൻ ടൈം റിലേഷൻ എന്നൊക്കെ നമ്മളിവിടെ പറയുന്നത് ശരിക്കും എന്താ? പൊസിഷൻ ടൈമാണ്. അതേപോലെ എസ് ഈക്വൽ ടു ഇതൊക്കെ, കാരണം എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തലും പൊസിഷൻ എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഇക്വേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് പൊസിഷൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ദ ഫൈൻഡ് പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടി സി ഈക്വൽ ടു 0. ആ പൊസിഷൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ള എക്സ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് ടി ക്യൂബ് മൈനസ് 12t ആണ് പൊസിഷൻ. അപ്പോൾ ഇനി വെലോസിറ്റി നമുക്ക് കണ്ടെത്താം. വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 20നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0, ടി ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3t സ്ക്വയർ മൈനസ് 12tനെ 12നെ പുറത്താക്കി ഇൻറ്റു ഡി ടി ബൈ ഡി ടി 1. ഓക്കെ, അറിയാലോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 3t സ്ക്വയർ മൈനസ് 12 നമുക്ക് വെലോസിറ്റി കിട്ടി. പൊസിഷൻ്റെ ഇക്വേഷനായി, ദെൻ വെലോസിറ്റിയുടെ ഇക്വേഷനായി. ഇനി പൊസിഷൻ അറ്റ് ടി സി ഈക്വൽ ടു പൊസിഷനും വെലോസിറ്റിയും ഒക്കെ 0യിൽ. നൗ പൊസിഷൻ അറ്റ് ടി സി ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആ ടി സി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇതിൽ ടിക്ക് 0 കൊടുക്കുക, ഇതിലേക്ക് 20. അപ്പോൾ ഈക്വൽ ടു 20ക്കൊന്നും പറ്റില്ല. ഓക്കെ, ബാക്കി ഈ ടേമും എന്തായി 0 ആയി. അപ്പോൾ 20 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി വെലോസിറ്റി അറ്റ് ടി സി ഈക്വൽ ടു 0. ആ വെലോസിറ്റിൻ്റെ ഇക്വേഷനിൽ ടിക്ക് 0 കൊടുത്ത് നോക്കും, എന്താ കിട്ടുക? ഇത് 0 ആയി. പിന്നെ ബാക്കിയാണുള്ളത് മൈനസ് 12 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. മൈനസ് 12 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് വെദർ ദ മോഷൻ ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് ഓർ നോട്ട്. ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണോ? അപ്പോൾ വെലോസിറ്റി നമ്മളെ കയ്യിലുണ്ട് അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3t സ്ക്വയർ മൈനസ് 12. ഇനി ഇതിന് ആക്സിലറേഷൻ കണ്ടെത്തണം. ആക്സിലറേഷൻ എന്താ? dv ഡിവൈഡഡ് ബൈ dt.
അപ്പോൾ എന്താ ടെക്നിക്ക് നമ്മൾ ചെയ്യുന്നത്, ഇതിന് ആക്സലറേഷൻ കണ്ടെത്തിയിട്ട് ആക്സലറേഷൻ്റെ ഇക്വേഷനിൽ ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ടൈമിനനുസരിച്ചിട്ട് ആക്സലറേഷൻ മാറുന്നത്. ടിക്ക് 0 കൊടുക്കുമ്പോൾ ടിക്ക് 1 കൊടുക്കുമ്പോൾ ആക്സലറേഷൻ്റെ വാല്യൂ ഡിഫറൻ്റ് അല്ലേ, അപ്പോൾ ആക്സലറേഷൻ ചേഞ്ച് ചെയ്യും. നേരെ മറിച്ച് ആക്സലറേഷൻ്റെ വാല്യൂവിൽ ടൈം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് കോൺസ്റ്റൻ്റ് ആണ്, അത് യൂണിഫോം ആണ്. അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ആദ്യം ആക്സലറേഷൻ ഇക്വേഷൻ കണ്ടെത്താം. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 3 ഇൻറ്റു ടി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2t മൈനസ് 0 അല്ലേ, 12 കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 6t എന്ന് കിട്ടി, 6t. അപ്പോൾ ആക്സലറേഷൻ്റെ ഇക്വേഷനിൽ ആരുണ്ട്, ടൈം ഉണ്ട്. അതുകൊണ്ട് ഇത് എന്തല്ല, യൂണിഫോം ആക്സലറേഷൻ അല്ല. കാരണം ടിക്ക് 1 കൊടുത്താൽ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ കിട്ടുക, ടിക്ക് 2 കൊടുത്താൽ 12 ആയി. അപ്പോൾ ടൈമിനനുസരിച്ച് ആക്സലറേഷൻ മാറുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ്, നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ വെൻ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഇസ് 0. ഓക്കെ, പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ വെൻ വെലോസിറ്റി 0. അത് കാണേണ്ടത് പൊസിഷനാണ്. പക്ഷെ വെലോസിറ്റി 0 ആകുന്ന ടൈമിൽ എന്ന് വെച്ചാൽ ഇതാണ് ചോദ്യം, പൊസിഷൻ വെൻ v ഈക്വൽ ടു 0. ഇതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പണി വെലോസിറ്റി 0 ആകുന്ന ടൈം കണ്ടെത്തുക. നോക്കൂ, വെലോസിറ്റി 0 ആകുന്ന ടൈം കണ്ടെത്തിയിട്ട് അത് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാ ചെയ്യേണ്ടത്. അത് ഞാൻ തുടങ്ങാൻ പോവാണ്. വെലോസിറ്റി 0 ആകുന്ന ടൈം, ദാറ്റ് മീൻസ് വെൻ v ഈക്വൽ ടു 0 ഇംപ്ലൈസ്, അപ്പോൾ വിൻ്റെ ഇക്വേഷൻ 0 കൊടുക്കുക. 3t സ്ക്വയർ മൈനസ് 12 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ എന്താ കിട്ടുക, അപ്പോൾ 3t സ്ക്വയർ ഈക്വൽ ടു 12, 3t സ്ക്വയർ ഈക്വൽ 12, t സ്ക്വയർ ഈക്വൽ ടു 12 by 3 4, വിച്ച് ഇംപ്ലൈസ് t is equal to 2 സെക്കൻഡ്. അപ്പോൾ ഇത് മനസ്സിലായിപ്പോൾ എന്ത്, വെലോസിറ്റി 0 അല്ല, പൊസിഷൻ അറ്റ് ടി സി വി സിക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പൊസിഷൻ അറ്റ് ടി സിക്വൽ ടു 2 ആണ്. അപ്പോൾ ഇതാണ് കണ്ടെത്തേണ്ടത്. ഇതിപ്പോൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ, ഇതിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഇനി പൊസിഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊസിഷൻ വെൻ v ഈക്വൽ ടു 0 ഈക്വൽ ടു പൊസിഷൻ വെൻ ടി സി ഈക്വൽ ടു 2. അപ്പോൾ ഇനി പൊസിഷൻ്റെ ഇക്വേഷനിൽ 20 പ്ലസ് 2 ക്യൂബ് മൈനസ് 12 ഇൻറ്റു 2 കൊടുത്തു. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെത്ര, 20 പ്ലസ് 8, അപ്പോൾ 28 മൈനസ് 24. Therefore, the final answer is 4 meter. എന്താണ് ചോദ്യം, പൊസിഷനാണ്, 4 മീറ്റർ. ആൻസർ കിട്ടി. മനസ്സിലായോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പഠിക്കുക. ഡിഫറൻഷ്യേഷനായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പഠിച്ചാൽ തന്നെ ഇനഫാണ് കേട്ടോ. കാരണം ഇത്ര തന്നെ ബോർഡ് എക്സാമിന് അത്രത്തോളം ചോദിക്കാറില്ല, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ. എന്നാലും നമുക്ക് ആ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ പറഞ്ഞു പോകുന്നത്. സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.